എന്താ അമീർ നിന്റെ അനിയത്തി പറയുന്നത്? സത്യ, എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നാളെ രാത്രി അത് നടക്കും. എന്താ പറഞ്ഞ? അമീറിന്റെ അനിയത്തി? അങ്ങനെയായില്ലേ? ഇപ്പൊ സറീന അമീറിന് മാത്രം അനിയത്തിയായില്ലേ? ഏയ് അല്ല മോളെ, അറിയാതെ നാവിൽ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. സാരല്ല, ഇക്കയും ഞങ്ങളെ മറന്നല്ലോ. അത് സങ്കട. യൂസഫ്ക്ക് എന്തൊക്കെ ചെയ്താലും സങ്കടം വരില്ല. ചെയ്യും, എന്തും ചെയ്യും, മടിക്കില്ല. വാപ്പ മരിക്കും മുമ്പ് പറഞ്ഞിരുന്നു, യൂസഫ് നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾക്ക് വേറൊരു കൂടിയുണ്ടെന്ന്. ചേടാ മോളെ, എന്താ ഇത്? നിനക്കറിയാലോ, ഞാനിപ്പോ എല്ലാം പതുക്കെ നിർത്തി നിർത്തി നാട്ടിൽ സെറ്റിൽഡായി വരിക. അതിനിടെ നിങ്ങളുടെ കാര്യം മറന്നു പോകുന്നുണ്ട്, അറിയാം. ക്ഷമിക്കേ. ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇന്ന് തന്നെ അമീർ വന്ന് പറഞ്ഞു ഇവിടെ എത്തിയെന്ന്. എന്റെ കല്യാണത്തിന് ഞാൻ തന്നെ നേരിട്ട് ക്ഷണിക്കാന്ന് വിചാരിച്ചു. വരില്ലേ? കല്യാണം യൂസഫ് ഖാൻ നടത്തുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ജീവിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. സെറീന, എന്താ അമീർ, യൂസഫിന് ഭ്രാന്ത് പിടിച്ചോ? പണത്തിനോടുള്ള ഭ്രാന്ത. പണം ഉണ്ടാക്കാൻ പെങ്ങളെ അറബിക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ട. ഇക്കാക്ക് ഇതൊരു ബിസിനസ് കോൺട്രാക്ട് മാത്രം. ഈ ബന്ധം വഴി കിട്ടാൻ പോകുന്ന ബിസിനസ് ഡീലുകൾ. 50 വയസ്സിന് മേലെയുള്ള ഒരുത്തന്റെ 4ാം ഭാര്യയായിട്ട് പെങ്ങളെ പറഞ്ഞേക്കാം. സ്വന്തം പെങ്ങളാണ് ഇത് ചെയ്യോ? ഇത് വാപ്പയുടെ 2ാം കെട്ടിലല്ലേ. എന്ത് ചെയ്താലും ആരാ ചോദിക്കാൻ? ഒരിക്കലേ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ. പിസ്റ്റൾ എടുത്ത് ചൂണ്ടിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ എന്നോട്. ഞാൻ കൂടെ പോയാൽ സെറീനയുടെ കണ്ണീര് കാണുമ്പോൾ പോകാൻ വയ്യ. വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചൊരു ബന്ധമുണ്ട്. ആലം ഷാങ്കിളിന്റെ മകൻ ഫൈസൽ. അവനിപ്പോ MBBS കഴിഞ്ഞു. വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതൊന്നും വേണ്ടല്ലോ, ഇവക്കും അവന് ഇഷ്ടം. അവന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ ഫൈസലിന്റെ? അവന്റെ ഫാമിലി? യൂസഫ് ഖായെ അവർക്കും പേടിയാ. എങ്കിലും ഇവൾ ഇറങ്ങിച്ചെന്നാൽ അവനും അവന്റെ കുടുംബവും കൈ നീട്ടി സ്വീകരിക്കും. അതിനുള്ള ധൈര്യമൊക്കില്ലല്ലോ. ധൈര്യമിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുമില്ല. ഞങ്ങൾക്കിതെല്ലാം വന്ന് പറയാൻ മറ്റൊരാളില്ല. സെറീന, നീ തിരിച്ചു വയ്ക്കോ. അമീർ, അവളെ വിളിച്ചോണ്ട് പോ. എന്തെങ്കിലും ചെയ്യുവാൻ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. പ്രാർത്ഥിക്കുമോളെ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കേ. നിന്റെ കണ്ണീർ ഈശ്വരൻ കാണും, നിന്റെ പ്രാർത്ഥന കേൾക്കും. വയ്ക്കോ, ചെല്ല്. ഇന്ന് നമ്മൾ പോകുന്നില്ല. നമുക്കിവിടെ ഒരു കല്യാണം കൂടാനുണ്ട്. അസ്സലാം വലൈക്കും. യൂസഫ്, എപ്പോ എത്തി? ഹോട്ടലിലോ? എവിടെയെങ്കിലും ഓക്കെ? ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരിപ്പാ. ശരി. കാസർഗോഡ് ടീം എത്തിയോ? വെരി നൈസ്. വേഗം വരീന്ന്. आइए मजीद भाई, आइए. शुक्रिया. हराम പറഞ്ഞു. എന്താണ്ടി പന്നിന്റെ മോളെ? എനക്ക് എന്റെ ആരാണ്ടി മയ്യത്തായത്? എന്തിനാ കിടന്ന് മോങ്ങണ്? എണീച്ച് ഡ്രസ് ചെയ്യടി. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് കല്യാണം വേണ്ട. ഒന്നും കൂടെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിനെ കൊല്ലാൻ പോവാ? ആടാ, അത് ചോദിക്കാൻ നീ ആരടാ? ഇനി അവൾ തുടരുത്. അതെന്നെ കൊന്നിട്ട് മതി. അതിനും എനിക്ക് മടിയില്ല. കണ്ടോ നിങ്ങളിത്? ഈ ചെകുത്ത എന്റെ പെണ്ണെ. എന്താ യൂസഫ് ഇതിന്റെയൊക്കെ അർത്ഥം? നിനക്ക് എന്ത് പറ്റി? നിന്നെ ആരടാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇന്ന് സെറീനയുടെ നിക്കാഹല്ലേ, എനിക്ക് ക്ഷണം ആവശ്യമില്ല. ഇത് ഞാൻ നടന്ന നിക്കാഹാണ്. ഞാൻ ക്ഷണിച്ചവരെ എവിടെ ഉള്ളൂ. ആ കൂട്ടത്തിൽ നീ ഇല്ല. നിനക്ക് പോകാം. പോവാം യൂസഫ്, എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം. യൂസഫ് ഭായ്, there's a call for you from Dubai. give it. Hello, Yusuf here. Tell me. Acha. എന്താ മോളെ, ഇക്കയുടെ പൊന്നുമോള് കരയല്ലേ? ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ. എന്താ എന്താ പറഞ്ഞ? അതെ മോളെ, അതെ. അരക്കാരു ഭാമാറ
കുറുക്കായി ബുറാഹിം പോയി വരുമ്പോ പീടിക കണ്ടില്ല. ഓ പിന്നെ സംശയിച്ച് അല്ലാ കാത്തോ നബി ഉല്ലാ. വേഗം ഡ്രസ് ചെയ്ത് എന്റെ സുന്ദരിക്കുട്ടി റെഡിയാവ്. നിന്റെ സുൽത്താൻ വരുന്നു. ജന്നത്തുൽ ഫിർദൗസും പൂശി കോട്ടും പപ്പാസും ഇട്ട് വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു. റെഡിയാവ്. ഹലോ ഹലോ ഹലോ. നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത്? എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നതെന്നോ അറിയണോ? പറയാം. പടച്ചവൻ, നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയുന്ന കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറി അയച്ചു തന്നു. അതെടാ, മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം, ലക്ഷക്കണക്കിന് ദിർഹംസ് കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ, ഒരു പാവം പെൺകുട്ടിയെ ബലി കൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കില്ല. ഇഷ്ട സെറീന അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും. ഞാൻ ഉസ്താദാണ് പറയുന്നത്. പരമേശ്വര, നിന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫില്ല. നിന്റെ കയ്യിൽ ചില്ലറ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചെലവാകില്ല, എന്റെ അടുത്ത് ചെലവാകില്ല. സെറീനന്റെ നിക്കാഹും നിന്റെ കബറടക്കവും ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും. വേണമെങ്കിൽ ഇന്ന് രാത്രി. മുൻപിന് മാറിക്കടാ. ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി എന്ന് നിനക്കൊരു കാലം ബോധ്യമാവും. മീറ്റ് സേതു ഈസ് ഡെഡ്ലി ആൻഡ് ഡേഞ്ചറസ്. മൈൻഡ് ഇറ്റ് യൂസഫ്, മൈൻഡ് ഇറ്റ്.